എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു വലിയ ഒരു തത്വമാണ്. എനിക്കൊരു വലിയ റെവലേഷനായിരുന്നു ദൈവം ഓർഡറിനെ കുറിച്ച് പഠിപ്പിച്ചപ്പം. ഇപ്പം 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നു, ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഓർഡർ. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഓർഡർ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു. നേരത്തെ ഞാൻ മിനിസ്ട്രി, ജോലി അങ്ങനെ ഒരു ഓട്ടമായിരുന്നു. ഈ കാര്യങ്ങൾ ചെയ്യണം, മിനിസ്ട്രി ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ പൈസ എവിടുന്ന് വരും. എവിടെയാണ് ദൈവം എന്നെ ഓർഡർ പഠിപ്പിച്ച്? ആദ്യം എൻ്റെ ജീവിതത്തിൽ ദൈവമാണ്. 2, എൻ്റെ മിനിസ്ട്രിയാണ് ഞാൻ. കാരണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് മിനിസ്ട്രി, എൻ്റെ കരിയർ, എൻ്റെ മുന്നോട്ട് എൻ്റെ മിനിസ്ട്രി. അപ്പോൾ അവിടെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, 2ാമത് മിനിസ്ട്രി അല്ല, 2ാമത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്. 3ാമത് നിങ്ങൾ കുടുംബമായി ചെയ്യുന്ന കാര്യമാണ് ഈ ജോലി. ഞാനെന്തോ ചെയ്തു, അല്ല എൻ്റെ കുടുംബം അത് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ല അവരെല്ലാം അത് അനുഭവിക്കുന്നു എന്നല്ല. ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അത് അഫക്റ്റഡ് ആകുന്ന എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലിയും ഞാനും ഒരുമിച്ച് ചെയ്യുന്ന അതാണ് ആ ജോബ്, അല്ലെങ്കിൽ ആ വർക്ക്, അല്ലെങ്കിൽ മിനിസ്ട്രി. ആ ഓർഡർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ജീവിതത്തിൽ അതിൻ്റെ പ്രയോറിറ്റി എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഞാൻ നേരത്തെ മിനിസ്ട്രിക്ക് പോകുമ്പോൾ അമിത വീട്ടിലിരിക്കുവാണ്, പിള്ളേരെ നോക്കുവാണ്, നിങ്ങളൊരു കാര്യം, ഞാൻ വേറൊരു കാര്യം. പക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഓർഡർ വന്നപ്പം എൻ്റെ ഫാമിലി, അമിതയും പിള്ളേരും എൻ്റെ പേരൻസും അമിതയുടെ പേരൻസും എല്ലാവരും ഒരുമിച്ച് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനകത്ത് എനിക്കിപ്പം മനസ്സിലാകുന്നത്, ഒരു കാര്യം ഞാൻ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല, ഇതെന്നോട് പറഞ്ഞില്ലോ, അതെന്നോട് പറഞ്ഞില്ല. കാരണം എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആണ്. അമിത സിസ്റ്റർ എന്തോ പറയാനുള്ളത്? ശരിക്കും എന്തോ അമിതയുടെ ജീവിതത്തിലും അത് ഈ ഓർഡറിനെ കുറിച്ച്, നമ്മൾ ഫാമിലിയെ ദൈവം കഴിഞ്ഞ് ഫാമിലിയെ വെക്കുന്നതിനെക്കുറിച്ചും, ആ ഫാമിലിയും നമ്മൾ ആ മിനിസ്ട്രി ചെയ്യുമ്പോൾ നമുക്ക് കുടുംബമായി ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ, മോർ ദാൻ നമുക്കൊരു ഗ്രോത്തോ അതിനെ കാണുന്നതിനേക്കാൾ നമുക്ക് ഒരുമിച്ച് എത്രത്തോളം അതിൽ ഫുൾഫിൽമെൻറ്റ് ദൈവത്തിൻ്റെ പ്ലാനിൽ അമിതയ്ക്ക് തോന്നുന്നുണ്ട് അതെന്ന് പറയാമെങ്കിൽ. ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്തേക്കുന്ന ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയി ഞാൻ ചിന്തിക്കുന്നതാണ് ഒരു കുടുംബം. കാരണം നമ്മൾ നോക്കുമ്പോൾ തന്നെ ദൈവം ആദത്തിനെയും ഹൗവയെയും ഒരു കുടുംബമായിട്ട് അവരെ ദൈവം ഏദേൻ തോട്ടത്തിലാക്കി. അപ്പം നിശ്ചയമായും കുടുംബത്തിന്, അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ തന്നെ അതിന് പ്രാധാന്യം വളരെ ഏറെയാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ കുടുംബമായിട്ട് ദൈവം പല കാര്യങ്ങളും ഏൽപ്പിക്കുമ്പോൾ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അത് വളരെ അധികമായിട്ട് എല്ലാ രീതിയിലും അത് ഒരു കുടുംബം മുന്നോട്ട് പോകാനായിട്ട് ഒരാളിനേക്കാൾ 2 പേര് അത് ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. ചെയ്യുന്നതിൻ്റെ ആ വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സലൻസ്, അതിൻ്റെ ആ ശ്രേഷ്ഠത, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രൂട്ട് കുറച്ചും കൂടെ അധികമായിട്ട് നമുക്ക് വരുന്നത് കാണാനായിട്ട് നിശ്ചയമായിട്ട് നമുക്ക് അറിയാനും അത് നമ്മൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബമായിട്ട് ദൈവം നമുക്ക് തന്നേക്കുന്ന ആ നന്മ, ആ അനുഗ്രഹം, അത് അനേകം പേർക്ക് അനുഗ്രഹമായി മാറുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിലും ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ അത് അനേകം പേർക്ക് നന്മയായി തീരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബമായിട്ടും ദൈവം നമ്മൾ നിർത്തിയേക്കുന്നതും ഒക്കെ ഒരു അനുഗ്രഹമായി ഞാൻ ദിവസത്തിൽ വളരെയധികമായി മനസ്സിലാക്കുന്നു. ഞാൻ ശരിക്കും ഏദേൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹൗവയും വെച്ചപ്പോൾ ആദാമിന് കൊടുത്ത ടാസ്ക് അല്ല തോട്ടത്തെ നോക്കുക, കാക്കുക എന്ന് പറയുന്നത്. ദൈവം അവന് കൊടുത്ത പേർപ്പസാണ്, ദൈവം അവന് കൊടുത്ത ദർശനമാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും ആൾക്കാർ ജോലി ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ ഓടുന്നെല്ലാം ആ പൈസ, അല്ലെങ്കിൽ ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കണം, വസ്തു വാങ്ങിക്കണം, ഇതെല്ലാം ആവശ്യമാണെങ്കിലും ഫൈനലി നമുക്കൊരു പേർപ്പസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്നത്? എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? എന്തിനാണ് നമ്മൾ ഈ വസ്തു വാങ്ങിക്കുന്നത്? ഈ പേർപ്പസ് ഫാമിലി ഒരുമിച്ച് വരാതിരിക്കുമ്പോഴാണ് ഒരാളങ്ങ് ബാക്കിലോട്ട് മാറും. ഇപ്പം വൈഫൊന്നും ഇത് അറിയാതിരിക്കുമ്പം ഈ ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, ആൻ ഐഡിൽ മൈൻഡ് ഇസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. വൈഫ് പറയാം എന്നെ ഒന്നും അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ
ഇത് അറിയിക്കേണ്ടതല്ല, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമുക്കിതിനകത്തൊരു പേർപ്പസ് ഉണ്ട്. ഞാൻ അധ്വാനിക്കാൻ പോകുന്നതും എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതും ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ മാൻഡേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മിനിസ്ട്രിയാണ്, അമിത സിസ്റ്റിന് ഫാഷനാണ്, പിള്ളേർക്ക് അവരുടെ കരിയറാണ്, കാറാണ് എങ്കിൽ എല്ലാവരും ഓരോ ദിശയിൽ നിൽക്കുക. പക്ഷെ എല്ലാവർക്കും ഒറ്റ പേർപ്പസാണ്. നമുക്ക് ഒരുമിച്ച് ഞാൻ അതിനകത്ത് കാണുന്ന ഒരു നല്ല എക്സാമ്പിൾ ബൈബിളിൽ ഏബ്രഹാമാണ്. കാരണം ബൈബിളിൽ ഏബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുമ്പം ത്രൂ യു ഓൾ ഫാമിലീസ് ഓൺ എർത്ത് വിൽ ബി ബ്ലെസ്ഡ്. നീ മുഖാന്തരം സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. വീണ്ടും അബ്രഹാം കഴിഞ്ഞ് ഇസാക്ക് വരുമ്പോഴും ഇസാക്കിൻ്റെ കുടുംബത്തിൽ ഇത് തന്നെയാണ്. ഇസാക്ക് കഴിഞ്ഞ് യാക്കോബ് വരുമ്പോഴും യാക്കോബിൻ്റെ കുടുംബത്തിൽ ഇത് തന്നെയാണ്. ആ ഫാമിലി ബ്ലെസ്സിങ് ആണ് നമ്മൾ. അവർ കുടുംബമായി തലമുറ ഒരുമിച്ച്, എന്നാൽ അവർക്ക് ദൈവം ഒന്നാമാണ്, പക്ഷെ അവരെല്ലാം ഒരുമിച്ച്. അപ്പം അവിടെ കാണുന്ന എനിക്കൊന്ന് ജെനസിസ് 26 തോന്നുന്നു, അവിടെ പറയുന്നത് ഇസാക്ക് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അപ്പം ധനം പോലും അഫക്റ്റഡ് ആകുന്ന ഫാമിലിയിലാണ് അല്ലേ. ഞാൻ ചോദിക്കാൻ കാരണം അമിതയും ഇതുപോലെ വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ, നേരത്തെ ജോലി ചെയ്യുന്ന മിനിസ്ട്രിയിലേക്ക് വരുന്ന യഥാർത്ഥമായി ഒരുമിച്ച് നമ്മൾ ദൈവവേല ചെയ്യും. പക്ഷെ ദൈവവേല ചെയ്യുമല്ലെങ്കിലും ഞാൻ പറയുന്നത് ജോലി ചെയ്യുവാണെങ്കിൽ പോലും ആ ജോലി ചെയ്യുന്നതും ഈ പർപ്പസിന് വേണ്ടിയാണ്. നമ്മൾ പിള്ളേരോ ആ മെയിൻ പർപ്പസ് നമ്മുടെ ഗോളായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പറയും എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നു, നിങ്ങൾ ചെയ്തിട്ട് എന്തായി, പിന്നെ ഒരു കോമ്പറ്റീഷൻ മനോഭാവം അവിടെ വരും. എന്തോ പറയുന്നത് അതിനെക്കുറിച്ച് എന്തോ പറയും നമ്മൾ ആ ഫാമിലി ബ്ലെസ്സിങ് ഫിനാൻസസിനെ എഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് പല പല ആവശ്യങ്ങൾ നിശ്ചയമായിട്ടും അതിനകത്തുണ്ട്. പക്ഷേ നമ്മളത് നമ്മൾക്ക് ലഭിക്കുന്ന സാമ്പത്തികത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുടുംബത്തിൽ ഒരു വരുമാനമുണ്ട്. അത് രണ്ടുപേരും ആ വരുമാനം അറിഞ്ഞ് ചെലവാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ വരുമാനം കുറവാണെങ്കിൽ എങ്ങനെ നമുക്ക് കുടുംബത്തെ മുന്നോട്ട് പോകാനായിട്ട് ആ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അതിൽ ഒരാളുടെ ഉത്തരവാദിത്വം മാത്രമല്ല, അത് രണ്ടു പേർക്കും അത് ചെയ്യാൻ സാധിക്കും. ഇല്ല അതിൽ ഒരാൾക്ക് കുറവാണ് അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതലാണ് എങ്കിൽ സമാധാനമായി സന്തോഷമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ പരസ്പരം നമ്മൾക്കത് മനസ്സിലാക്കി, ഭർത്താവിൻ്റെ കുറവ് അല്ലെങ്കിൽ ഭാര്യയുടെ കുറവ് ഇതാണ്, നമ്മൾക്ക് സാമ്പത്തികത്തിൽ ഈ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി കുറവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള, നമുക്ക് കുടുംബമായിട്ട് ഇരുന്ന് തന്നെ നമുക്കതിനെ പരസ്പരം സംസാരിച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പരസ്പരം ഒരു കുടുംബത്തിലാണെന്ന് നമ്മൾ പറയുമ്പോഴും പരസ്പരം സംസാരിക്കാതെയും പുറമേ നമുക്ക് കുടുംബമാണെന്ന് പറയാമെങ്കിലും ഭർത്താവും ഭാര്യയും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുകയും തമ്മിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരാളത് മനസ്സിലാക്കി അതിനെ നമുക്ക് മുമ്പോട്ട് പോകാൻ തന്നെ സാധിക്കും. അങ്ങനെ ആ ഒരു കാര്യത്തിൽ വരുമ്പോഴും കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മുന്നേറി ചെയ്യാൻ സാധിക്കും, എവിടെയാണ് കുറവുള്ളത്, അതിനെ നമുക്ക് എങ്ങനെ ആ കുറവിനെ നികത്താൻ സാധിക്കും, അതിൽ ഞാൻ എന്ത് ഭാഗം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയിലുള്ള എന്ത് ഭാഗമാണ് ചെയ്യേണ്ടത്, ഇത് പരസ്പരം മനസ്സിലാക്കാതെ കുടുംബത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കാതെ ആണ് ഇരിക്കുന്നതെങ്കിൽ പലപ്പോഴും ഈ സാമ്പത്തികത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാൻ നോക്കണം ഇടയാം. പക്ഷേ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുടുംബത്തിൻ്റെ വരുമാനം എന്താണ്, എങ്ങനെ ആ വരുമാനത്തിൽ നമുക്ക് കുടുംബം മുന്നോട്ട് അനുഗ്രഹമായി കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കുറവുണ്ട്
എങ്കിൽ അതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും, അത് തമ്മിൽ സംസാരിച്ച് രണ്ടുപേർക്കും ഒരുപോലെ അത് ചെയ്യാനായിട്ട് സാധിക്കും, അതിനകത്തൊരു പങ്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ആ മേഖലയിൽ നമുക്ക് ജയം കൈവരിക്കാൻ സാധിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഒരു അഡ്വൈസാണ്, ഒരു കൗൺസിലാണ് ദൈവത്തിൽ നിന്ന്. ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഈ ചില കുടുംബങ്ങൾ, ഇപ്പം ഞാൻ ഉദാഹരണം, ഞാൻ വിവാഹം നടക്കുന്ന സമയത്ത്, വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പുറമേയുള്ള ക്രൈറ്റീരിയ, ഒരുപാട് കാര്യങ്ങൾ നോക്കി. ഇപ്പം മുടി നീട്ടുള്ളൊരു പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ അമ്മായിയപ്പൻ എബ്രോഡായിരിക്കണം, നല്ല പൈസയുള്ള കുടുംബം, അങ്ങനെ ഒരു ബാഹ്യമായ ഒരു ഫിസിക്കലായ ഒരുപാട് കാര്യങ്ങളായിരുന്നു എൻ്റെ എയിം. പക്ഷെ ദൈവം എന്നെ കറക്റ്റ് ചെയ്തത്, ഈ ഫിസിക്കലായ ഒരു കാര്യം കൊണ്ട് ഈ മാരേജ് പോകത്തില്ല. ഇപ്പം പൈസ കൊണ്ട് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ല, പൈസ കൊണ്ട് നമുക്ക് നല്ല പിള്ളേരുണ്ടാകത്തില്ല, ഒന്നും പൈസയല്ല അവിടെ. ഈ ഫിസിക്കൽ കാര്യങ്ങൾ ഫാമിലിയിൽ വരുമ്പോൾ അതിന് സീറോ എഫക്റ്റാണ്. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു പെൺകൊച്ച്, അല്ലെങ്കിൽ നല്ല ഗ്ലാമറുള്ള പെൺകൊച്ച്, ആ പെൺകൊച്ചിൻ്റെ ഗ്ലാമർ കൊണ്ട് എനിക്ക് 50 വർഷം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഇവൻ ഗ്ലാമർ ഫെയ്റ്റ്സ്, ബ്യൂട്ടി ഫെയ്റ്റ്സ്. അപ്പം ഇതിനകത്ത് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഒരേ ദർശനമുള്ളവരായിരിക്കണം. ആഡം ആൻഡ് ഈവിലെ ഒരേ എയിം ആയിരിക്കണം ഇവർ. അപ്പോൾ അതിനു വേണ്ടി കർത്താവേ, ഞാൻ ചെയ്യുന്ന സുവിശേഷ വേല സപ്പോർട്ട് ചെയ്യും, സുവിശേഷ വേലയ്ക്ക് ഒരുമിച്ച് കൂടെ ഷോൾഡർ ടു ഷോൾഡർ അവിടെയായിരുന്നു. സെക്കൻഡ്, അവിടെ വിഷൻ വന്നപ്പോഴാണ് എനിക്ക് പ്രൊവിഷനും വരുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷമാണ് സദൃശവാക്യം 18:21, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, അവന് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കും. ഞാൻ എത്രയോ വീടുകളിൽ ആൾക്കാർ പറഞ്ഞു, നീ വന്നതിന് ശേഷം ഈ വീട് മുടിഞ്ഞത്. ഒരിക്കലും അല്ല, ഭാര്യ വന്നതിന് ശേഷം വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവൻ എല്ലാവരും ആ ഭാര്യ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദം വരെ വരുന്നത്. ദൈവം അവിടെ അതിനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3, ഞാൻ അവിടെ കാണുന്ന ആ പ്രൊവിഷനിൽ ഉപരി അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇപ്പം ഞാൻ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അമിതയ്ക്ക് അറിയത്തില്ല, അമിതയ്ക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പക്ഷേ ഈ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മളിൽ നിന്ന് എക്സ്ചേഞ്ചുകൾ നടക്കുന്നത്. കാരണം അമിത നേരത്തെ പാടുമായിരുന്നു, പക്ഷെ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം നല്ലൊരു ട്രാൻസ്ലേറ്ററാണ്, നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്, നല്ലൊരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് അമിതയ്ക്കും. അതുപോലെ ഞാൻ നേരത്തെ ഒരുപാട് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നവരല്ല, ഞാൻ നേരത്തെ ആൾക്കാരോട് അങ്ങനെ ഇടപെടുന്നവരല്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെയും മനസ്സിലാകും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി എന്നെ സ്പിരിച്വലിയും ഇമോഷണലിയും എന്ന് പറഞ്ഞാൽ വൈകാരികമായി എന്നെ വളർത്തി. ഞാനിത് പറയുന്നതിൽ വളരെ അർത്ഥമുണ്ട്. ചിലർ മാരേജിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ പിള്ളേരുള്ളത് കൊണ്ടാണ്, പിള്ളേർ ജനിച്ചതുകൊണ്ട് ഈ വിവാഹത്തിൽ അങ്ങ് ഇത് എൻജോയ് ചെയ്യുന്നില്ല, ഇതിൽ ആസ്വദിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്കൊന്ന് അല്പനിമിഷം പറയാമെങ്കിൽ ബൈബിളിൽ എങ്ങനെ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും മാരേജ് മോർ ദാൻ ഒരു ഫിസിക്കൽ ഇതിനേക്കാളും. സോ അതൊന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും ഈ സമയം അത് പറയുമ്പം ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ പറഞ്ഞതുപോലെ സന്തോഷമില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് തിരിയുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചിലപ്പോൾ പറയുന്നു, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ എനിക്കിനിയും എങ്ങോട്ട് തിരിച്ച് കയറാനൊരു സ്ഥലമില്ല എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കുടുംബങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ചിലർ പറയും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ് ജീവിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിക്കുന്ന ഭാര്യമാരുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഭർത്താക്കന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്തെ ഒരു സന്തോഷമുണ്ട്, ഹസ്ബൻഡും വൈഫും. ആ സന്തോഷം കാലങ്ങൾ കഴിയുമ്പോൾ എവിടെയൊക്കെയോ അത് കുറഞ്ഞു പോകുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കലി ഈ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ തിരിയുന്നത്. അത് പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ആ സ്വഭാവത്തിലേക്ക് അഡ്ജസ്റ്റായി, രീതികളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റായി. പറഞ്ഞ പോലെ ഇങ്ങനെയാണ് എൻ്റെ രീതി,
ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകാം എന്നുള്ളൊരു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ചില പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ശരിക്കും ആ ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്ന, അല്ലെങ്കിൽ ശരിക്കും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ പരസ്പരം വിവാഹം കഴിച്ച സമയത്തെ ആ സന്തോഷവും ആ സ്നേഹവും അവസാനം വരെ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഇവരെ ആ സന്തോഷത്തിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ സ്നേഹിക്കുന്നതിൽ നിന്ന് മാറ്റുന്നത്, അതൊക്കെയും ആ വിവാഹ ജീവിതത്തിൽ ഒരു തടസ്സമായി നിശ്ചയമായും വരും. കാരണം ആ സന്തോഷം ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അതൊന്ന് റെസ്റ്റോർ ചെയ്യാതെ, അല്ലെങ്കിൽ ആ റെസ്റ്റോറേഷൻ കുടുംബജീവിതത്തിൽ കടന്നു വരാതെ മുമ്പോട്ട് പോയാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിട്ട് തന്നെ അതിനകത്ത് മനസ്സിലാകാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ഇത് മനസ്സിലാകുന്നില്ല, പലരും ഇത് മനസ്സിലാകാതെ പോകുന്നു. ജീവിതം അങ്ങനെ നാളുകൾ കഴിയുമ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, ആദ്യത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്ത്, ചിലപ്പോൾ അത് സമൂഹത്തിൻ്റെ വാക്കുകൾ ഭയന്നിട്ടാകും, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് തിരിച്ച് കയറി ചെന്നാൽ അവർക്ക് ആ തിരിച്ചുള്ള അക്സെപ്റ്റൻസ് ഉണ്ടാകുമോ, ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ വേറെ പിരിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും, അടുത്ത ഭാവി എന്താകും എന്ന് ചിന്തിച്ച് എന്തെങ്കിലും ഒരു കാര്യം അവർ തന്നെ അത് കണ്ടെത്തി അതിലേക്ക് വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് കുടുംബം മുമ്പോട്ട് പലരും ഈ ദിവസങ്ങളിൽ പോകുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷമായി നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം തന്നെ ദൈവം കുടുംബത്തെ ഏറ്റവും വലിയൊരു നന്മയായിട്ട് കാണുമ്പോൾ ആ ഒരു കുടുംബം തന്നെ ഒരു സമൂഹത്തെയാണ് പണിയുന്നത്. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ അകത്തെ ഒരു ഫാമിലി എന്ന് വെച്ചാൽ അവർ ഒരു അകത്ത് ഒരു ഇതല്ല, ഒതുങ്ങുന്നൊരു കാര്യമല്ല, അത് സൊസൈറ്റിയെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് എല്ലാ കുടുംബങ്ങളും. അതുകൊണ്ട് തന്നെ അത് ആ സന്തോഷം കണ്ടിന്യൂ, അല്ലെങ്കിൽ സന്തോഷമില്ലെങ്കിൽ എന്നും ഒരു കുടുംബജീവിതം ഒരു പരാജയമായി മാറും. പക്ഷേ എന്നാൽ ആ സന്തോഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നിശ്ചയമായിട്ട് അത് അനേകം പേർക്ക് ഒരു അനുഗ്രഹമായ കുടുംബം മുമ്പോട്ട് പോകും. ഞാൻ നേരത്തെ തുടങ്ങിയ ഭാഗത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവം എന്നെ പഠിപ്പിച്ച ഓർഡറാണ് ഗോഡ്, ഫാമിലി, വർക്ക്. ഗോഡ്, വർക്ക്, ഫാമിലി. ദൈവം, പ്രവൃത്തി, കുടുംബം എന്നാണ്. ദൈവം, കുടുംബം, പിന്നെ ജോലി എന്നതിലേക്ക് മാറി. അത് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ, അന്നൊരു കൊറോണ ടൈമിൽ, അന്ന് ദൈവം എന്നോട്, ഞാൻ കല്യാണം കഴിച്ച്, നമ്മൾ ഒരുമിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വഴക്കുകളുണ്ടായിട്ടുണ്ട്. ലെറ്റ്സ് ബി ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ. ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വഴക്കുകളാണ്, ഈ ഓരോ വഴക്ക് കഴിയുമ്പോഴും ഞാൻ കാണുന്ന ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ ഒന്നാകുന്നു. പണ്ടൊക്കെ ഞാൻ വഴക്കുകളെ, കലഹങ്ങളെ ബാഡായിട്ട് കാണുമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഇതൊക്കെയാണ് നിങ്ങളെ പണിയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ബാംഗ്ലൂർ യാത്രയിൽ വരുമ്പോൾ ദൈവം എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഈ യാത്രയിൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്രയും വഴക്കുണ്ടായിട്ട് അമിത ഒരിക്കലും വഴക്കിൻ്റെ ഇടയിൽ നിനീന്നോ എടാന്നോ പോടാന്നോ വിളിച്ചിട്ടില്ല. ആ വഴക്കിൻ്റെ ഇടയിലും അമിത അച്ചാച്ചാന്നേ വിളിച്ചിട്ടുള്ളൂ. നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് വലിയ റെവലേഷനായിരുന്നു. കാരണം ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, കുടുംബത്തിൽ ഓർഡർ കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ഓണറാണ്. ഒരിക്കലും ഹസ്ബൻഡ് പൈസ സാലറി കുറവാന്ന് പറഞ്ഞാൽ ഭാര്യ ഒരിക്കലും ഓണർ കുറയ്ക്കരുത്. അദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങുക, ഞാനാ ജോലി ചെയ്യുന്നത്, ഓണർ കുറയ്ക്കരുത്. ഓർഡറിലാണ് ഈ ഫാമിലി ബിൽറ്റ് ആകുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവമാണ് എല്ലാം ദൈവമാണ് എങ്കിൽ പോലും ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന തത്വമാണ് ഓണർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഇതുവരെ, ഞാൻ ഈ 9 വർഷം വിവാഹം കഴിച്ചതിലും ഞാൻ പറയുകയാണ്, ഇതുവരെ അമിത എടാന്നോ നീന്നോ പോടാന്നോ ഒന്നുമില്ല. ഏത് സമയം അച്ചാച്ച, ദ വേ യു ഓണർ മീ, ഐ എം അമേസ്ഡ്. ഈവൻ ചർച്ചിലായാലും മിനിസ്ട്രിക്കായാലും പാസ്റ്റർ പറയുന്നത് ദ വേ യു ഓണർ, അതേപോലെ തന്നെയാണ് പിള്ളേർ അമിതയെ ഓർഡർ ചെയ്യുന്നത്, എന്നെ ഓർഡർ ഞാൻ കാണുന്നത്.
പേരൻസിന് ഓർഡർ എല്ലാം. സോ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ എവിടെയോ ഓണറുകൾ നഷ്ടപ്പെടുന്നു, അവരതിനെ അവഗണിക്കുന്നു അല്ലേ? കാരണം ഫെമിലിയാരിറ്റി ആയിരിക്കും. കുറേ നേരം അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങേരിങ്ങനെയാണ് പറയുന്നത്, അങ്ങേരെന്ന് പോലും പറ, ആ മനുഷ്യന് പോലും പറയില്ല, ഇങ്ങനെയൊക്കെ പറയും. നോ, അവിടെ എല്ലാം ദൈവിക ഓണർ അല്ലേ? അവരെ ബഹുമാനിക്കുക. നമ്മൾ ഒരു കളിവാക്ക് പോലും അത് പറയരുത്. കാരണം ഞാനിത് പറയുമ്പോൾ തന്നെ ഭാര്യ മക്കളോട് ഭർത്താവിൻ്റെ കുറ്റം പറയുന്നു, മക്കളുടെ ഭർത്താവിൻ്റെ പേരൻസിനെ കുറിച്ച് പിള്ളേരുടെ കുറ്റം പറയുന്നു. ഇതൊക്കെ അവരുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുകയാണ്. ഒരിക്കലും അതൊക്കെയാണ് കുടുംബജീവിതത്തെ പിശാച് അല്ലെങ്കിൽ ശത്രു കയറി പണിയാൻ കാരണം. സോ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അമിത ഒരു വാക്ക് പ്രാർത്ഥിക്കുക, ഒരു വാക്ക് നമ്മൾ കാണുന്നത് ഒന്ന് എൻകറേജ് എന്നൊരു പറയാമെങ്കിൽ നമുക്കത് ചെയ്യാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് കുടുംബമായിട്ട് ഈ ഒരു ടൈമിലായിരിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതി കുടുംബത്തെക്കുറിച്ച് വലുതാണ്. അതുപോലെ തന്നെ പിശാചിനും അല്ലെങ്കിൽ ശത്രുവിനും ഏറ്റവും അധികം അറിയാവുന്നൊരു കാര്യമാണ് എങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ തകർക്കാം. ദൈവത്തിന് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി ഭയങ്കര വലുതാണ്. ഒരു കുടുംബം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പല പദ്ധതികളും അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട പദ്ധതികൾ ഈ ഭൂമി നടക്കും. അതറിയുന്നത് കൊണ്ട് തന്നെ ആ കുടുംബത്തെ തകർക്കാൻ എന്തൊക്കെ രീതിയിൽ ശ്രമിക്കാമോ അതെല്ലാം ശ്രമിക്കും. പക്ഷെ നമ്മൾ ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പലപ്പോഴും കുടുംബത്തിൻ്റെ മഹത്വം നമ്മൾക്ക് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരോടും കുടുംബമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്. ആമേൻ. അത് ആ ദൈവം വെച്ചേക്കുന്ന ആ പദ്ധതി പ്രകാരം അതിന് സബ്മിസീവായിട്ട് ഒരു 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 ആണാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്നെ കാണുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുക. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്ററാണ് എന്നെ കാണുന്നെങ്കിൽ പറയുന്നു, നിൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുക, അവന് കീഴ്പ്പെട്ടിരിക്കുക. അങ്ങനെയുള്ള ദൈവിക വചനപ്രകാരമുള്ള കീഴ്പ്പെടലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറും. അത് നമുക്ക് മാത്രമല്ല അനേകം പേർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. ഒരു മാതൃകയുള്ള ദൈവപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം മാതൃകയുള്ള ഒരു കുടുംബമായിട്ട് മാറുവാനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങളെ കാണുന്ന ഓരോരുത്തർക്കും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങളും വചനത്തിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവവചന പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഏറ്റവും ദൈവം തരുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് കുടുംബം. അത് ഏറ്റവും വിശ്വസ്തയോടും ഏറ്റവും ജെൻറ്റിലായിട്ട് ഏറ്റവും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ദൈവം ഞങ്ങളെ കാണുന്ന ഓരോരുത്തരെയും സഹായിക്കണം. ആരെങ്കിലും ഭാരപ്പെട്ട് കുടുംബജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തെ ഏൽപ്പിച്ച് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവം അവരെ സഹായിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു.